ഇപ്പോഴും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ്. ഞാൻ ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും എന്നെ പല പേരുകൾ വിളിക്കുക, ചില പേരുകൾ നൽകി എന്നെ ഇപ്പോഴും അത് നിരുപാധികം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3 അതിജീവിതകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെയും അപമാനിച്ചുകൊണ്ട് എത്രത്തോളം ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ എല്ലാം ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലുമാണ് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ കുറ്റം പറയുന്നവർ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്ത്രീ പുരുഷ വിഷയമല്ല. ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങളെ പ്രതിനിധീകരിച്ച് നിയമസഭാ സാമാജികനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി, അപ്പൊ ഇവര് ഗുരുതരമായ പരാതികളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടോ കേസെടുത്തിട്ടും ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുകയാണ്. ഞാൻ പറയുന്നത് MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ്. കാരണം ആ വ്യക്തിക്ക് എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറ്റബോധമുണ്ടെങ്കിൽ, ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് സ്വയം ആലോചിക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്കണം. ഇനി അതല്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് സ്വയം കരുതുന്നതെങ്കിൽ മാറി നിന്ന് ആ ജനങ്ങൾക്കിടയിലുള്ള ആ ഊഹാപോഹങ്ങളും സംശയങ്ങളും മാറ്റണം. ജനങ്ങളുടെ അന്തസ്സിനെ, അവിടുത്തെ ജനങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയായി നിലനിൽക്കാൻ പാടില്ല. മാറി നിന്ന് സ്വന്തം ശരി എന്താണെന്ന് വെച്ചാൽ ശുദ്ധീകരിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങൾക്കിടയിൽ ഇങ്ങനെ ജനപ്രതിനിധിയായി നിൽക്കുന്നതിനോ അംഗീകരിക്കാൻ കഴിയില്ല. മാറി നിൽക്കേണ്ടത് തന്നെയാണ്.